ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ നിന്നിവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖവും സങ്കടവും ഉണ്ട്. VS എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതാണ് നേതാവ്. അതൊരു പ്രതിഷ്ഠയാണ്. അപ്പം എല്ലാ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയാണ് VS. അതാണ് VSനെ പറ്റി പറയാൻ. കേരളത്തിൻ്റെ സാധാരണക്കാരൻ്റെ ഹൃദയതാളം നിലച്ചു. ഇനി ആ തുടുപ്പിൽ നിന്ന് കേരളത്തിന് വീണ്ടും മുന്നോട്ട്. അതായിരുന്നു VS. ഒത്തിരി അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. എൻ്റെ വൈഫ് മരിച്ചപ്പോൾ ബോഡി എടുക്കുന്നതുവരെയും അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ പാങ്ങപ്പാറ താമസിക്കുന്നത്. ബോഡി എടുക്കുന്നവരെ അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റുമോ? എനിക്ക് അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റും. ആ ഒരു അഴിമതിരഹിതൻ, അതായത് എന്തിനും എതിരെ പ്രതികരിക്കുന്ന മനുഷ്യൻ. അതിന്നുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിനെ കാണാനെത്തുന്ന അവസാന ആളുകൾ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്ന് ഏകദേശം ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. അവസാന നിമിഷത്തിൽ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനെത്തിയിരിക്കുന്ന ആളുകളുടെ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി ഇവിടെ എത്തുന്നത്. എവിടെയാ വീട്? ഇവിടെ വൈദക്കാണ്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ നിന്നിവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖവും സങ്കടവും ഉണ്ട്. എന്താണ് ഇപ്പോൾ സന്ദർഭത്തിൽ പറയാനുള്ളത്? VS എന്ന് പറയുന്നത് മലയാളിയുടെ അഭിമാനമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതാണ് നേതാവ്. അതൊരു പ്രതിഷ്ഠയാണ്. അപ്പം എല്ലാ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയാണ് VS. അതാണ് VSനെ പറ്റി പറയാൻ. രാഷ്ട്രീയം നോക്കാതെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നേതാവ്, അതാണ് ഇപ്പോൾ അധികം ആളുകളും പറയുന്നത്. എന്താണ് ചേട്ടനുള്ള ഒരു അഭിപ്രായം? VS സഖാവ് എന്നൊരു വ്യക്തി കേരള ചരിത്ര താളുകളിൽ ഇടം പിടിക്കേണ്ട ഒരു സഖാവാണ്. എല്ലാ പേരുടെയും രാഷ്ട്രീയ കക്ഷിയൊന്നുമില്ലാതെ എല്ലാ വിഷയങ്ങൾക്കും ഇടപെട്ട ഒരു സഖാവാണ്. നമ്മുടെ വിട്ടുപോയ നിര്യാണത്തിൽ നമുക്ക് വളരെ ദുഃഖം. VS എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു നേതാവാണ്. അത്രയ്ക്ക് ഇപ്പോഴത്തെ നേതാക്കന്മാരെ പോലെയല്ല, പഴയ ഇവിടുന്ന് കഷ്ടപ്പെട്ട് വന്ന ഒരു നേതാവാണ്. അങ്ങനെ അവർ നോക്കി കാണാൻ വേണ്ടി അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇനി കാണുമോ എന്ന് സംശയം. ഇല്ല, കാണൂല, ഇനി കാണത്തില്ല. പാവപ്പെട്ടവരും സാധാരണക്കാരും ചേർത്ത് പിടിച്ച് നമ്മുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി അശ്രാന്തം പരിശ്രമം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു ഭരണാധികാരി നേതാവാണ്. അദ്ദേഹത്തിനെ പറ്റി പറയാൻ വാക്കുകളില്ല, രോമാഞ്ചമുള്ള. ഇന്ന് എത്ര മണിയാലും ഇവിടുന്ന് കണ്ടിട്ടേ പോകുന്നുള്ളതിലാണ് ഒന്നേ സന്തോഷം. നല്ലൊരു നേതാവ് നമ്മളെ വിട്ടു പോയി. എൻ്റെ ഇവിടെ നേരിങ്ങനെ പാലിയോട്. പിന്നെ രാവിലെ വെളുപ്പിലെ തിരിച്ചാണ്. തിരിച്ചു ഇവിടെ വന്ന് ലൈനിലേക്ക് വന്നു. ഇനി ഉണ്ടാവില്ല. നേതാക്കന്മാരുണ്ട്, പക്ഷെ എന്നാൽ ഇത്രത്തോളം ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ കണ്ടുകിട്ടാൻ പാടാണ്. അവസാനമായി സഹാബിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളെ നിലപാടിലേക്ക് എങ്ങനെയാണ് നോക്കുന്നത്? നല്ല നിലപാടുള്ളല്ലേ, നല്ല നിലപാടുള്ള വലിയൊരു വ്യക്തിയല്ലേ. കൊല്ലം ഭരവതി സാറിനെ 20 വർഷത്തിലധികമായിട്ട് പീഡിപ്പിക്കും. രാജ്യം ജീവിക്കാൻ വയ്ക്കുന്നില്ല. എന്നെ മുട്ടിച്ച് പൈസ 20 കോടിയിലധികമായിട്ട് ഓരോ ദേവതയുണ്ട്. ഞങ്ങളെല്ലാവരും അറിയാം. എല്ലാവർക്കും
ചേച്ചി ഞാൻ പറയാനാ പിന്നെ വളരെ വിഷമിച്ചാ നിൽക്കുന്ന ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അദ്ദേഹത്തിന്റെ? കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ MLA ക്വാർട്ടേഴ്സ് എവിടെയാ അമ്മേന്റെ വീട്? എവിടെയാ? എൻ്റെ വീട് മുഴുവൻ മുകള അവിടെ നിന്ന് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന് കാണാൻ വേണ്ടി വന്നത്. അതെ അതെ അതെ. നേതാവിനെ ഇനി കാണാൻ കിട്ടുമോ എന്നത് സംശയം എന്നൊക്കെ പറയും. തീർച്ചയായും സംശയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകളെയും തീരുമാനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? കേരളം ഒറ്റ അഭിപ്രായമുള്ളൂ, കേരളം ഒന്നായിട്ട് അംഗീകരിച്ചൊരു നേതാവ്. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ത്യാഗത്തിന്റെ കഥകളാണുള്ളൂ പറയാനുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള തലമുറകൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ഇനി ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ആവശ്യമുണ്ടല്ലോ. തീർച്ചയായും ഇതിന്റെ പകുതി മതി. പകുതി ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ പകുതി തന്നെ ത്യാഗങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം കാലഘട്ടം അതിനനുസരിച്ച് മാറില്ലേ. VS ചെയ്തതിന്റെ ഒരു പകുതി പ്രവർത്തനമുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ള അഭിപ്രായ വിശ്വാസമുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ ഒരു ആവേശവും വികാരവുമായിരുന്നു VS. അത് സാധാരണ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം VS-നെ ഒരു കാലത്തും മറക്കില്ല. ചേച്ചി എന്താണ് VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ? VS-ന്റെ പ്രവർത്തനം നല്ലതായിരുന്നു. ഇനി ഇങ്ങനെ ഒരു സഹായം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. I express my deep sorrow on the sad demise of our own beloved late Mr. Achyutanandan. Please inform my sad demise all at our comrades. VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? കേരളത്തിൻ്റെ സാധാരണക്കാരൻ്റെ ഹൃദയതാളം നിലച്ചു. ഇനി ആ തുടുപ്പിൽ നിന്ന് കേരളത്തിന് വീണ്ടും മുന്നോട്ട്. അതായിരുന്നു VS. കേരളത്തിൻ്റെ പ്രചോദനം, മലയാളിയുടെ പ്രചോദനം, വിപ്ലവത്തിൻ്റെ പ്രചോദനം. എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനുള്ളത്, പറയാനുള്ളത്? VS പ്രത്യേകിച്ചും ആലപ്പുഴയുടെ തൊഴിലാളി വർഗ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മഹാനായ നേതാവാണ്. അതുപോലെ തന്നെ VS-ന്റെ ഏത് ചലനങ്ങളിലും, ഏത് രാഷ്ട്രീയമായിട്ടുള്ള ഏത് ചിന്താഗതിയിലും പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അവസാന കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ട് ജോലി ചെയ്യുമ്പോൾ പോലും VS-ന്റെ ആ ഒരു മനോഭാവം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നേരിട്ട് നിന്നിരുന്നു. ആരൊക്കെ എതിർത്താലും സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് ശക്തമായി പറയുന്ന ഒരു നേതാവാണല്ലോ. അതുപോലുള്ള നേതാക്കന്മാരെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ടോ? വളരെ ശോഷിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള നേതാക്കന്മാരും അത്തരം ത്യാഗസന്നദ്ധരായിട്ടുള്ള ആൾക്കാരും വളരെ ശോഷിച്ചു വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതൊരു ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ VS-നെ പോലുള്ള ഒരു നേതാവിന്റെ ശബ്ദം എന്ന് പറയുന്നത് മാത്രമായിരുന്നു കൂടുതൽ വ്യത്യസ്തമായിട്ട് കേട്ടിരുന്നത്. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനുള്ളത്? VS-ന് തുല്യം VS മാത്രം. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച്? കേരളത്തിൻ്റെ ജനകീയനായ ഒരു മാർക്സിസ്റ്റ് നേതാവാണ് മരിച്ചത്. ഒരു തരത്തിൽ VS അച്യുതാനന്ദൻ മരിച്ചതോടുകൂടി സഖാവ് എന്നുള്ള നാമം കൂടിയാണ് മരണപ്പെട്ടത്. ഇനി ആരെയാണ് നമ്മൾ സഖാവെന്ന് വിളിക്കുക? അത്രയും കറതേറുന്ന ഒരു മാർക്സിസ്റ്റുകാരനാണ് മരിച്ചത്. നല്ലൊരു നേതാക്കന്മാരുള്ളതിൽ നാല് പേരാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ല ജനകീയരായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് EK നായനാർ, K കരുണാകരൻ, ഉമ്മൻചാണ്ടി, അവസാനമായിട്ട് VS അച്യുതാനന്ദൻ. VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് VS ആണ് ഈ സംസ്ഥാനത്തെ ഇന്നത്തെ പുരോഗതിക്കെല്ലാം കാരണക്കാരൻ. VS ഇല്ല മറ്റൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. VS-ന്റെ സമര പോരാട്ടമാണ് ഇന്ന് ഈ നാഴ്വഴിയിൽ ഈ സംസ്ഥാനത്തെ ഈ തരത്തിൽ എല്ലാ സാമൂഹിക പുരോഗതിക്കും കാരണമായിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്? നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ് VS-ആയിട്ട്. പക്ഷെ ഒരു സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വലിയ ഒരു സഖാവാണ്. സഖാവ് ഒരിക്കലും അദ്ദേഹം മരിക്കത്തില്ല. കാരണം എല്ലാ മനുഷ്യരുടെ മനസ്സിലും അദ്ദേഹം ഉണ്ട്. ഒരിക്കലും അദ്ദേഹം മരിക്കത്തില്ല. പാവങ്ങളുടെ പടത്തലവൻ, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നു. ഇതുപോലൊരു നേതാവ് ഇനി നമ്മുടെ നാട്ടിൽ ഇല്ല, ഇനി കാണൂല.
ചേച്ചി എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുന്നത്? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതുപോലൊരാളിനെ നമുക്ക് ഇനി തിരിച്ച് കിട്ടത്തില്ല. അത്രയും നല്ലൊരു നേതാവാണ്. ചേട്ടാ എന്താണ് VS നെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ? VS നെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാമെന്ന് വെച്ചാൽ എൻ്റെ അറിവായ കാലം മുതൽ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. ആയിരുന്നു CPM-കാരനായിരുന്നു. എൻ്റെ അറിവ് നേടിയ കാലം മുതൽ പാവങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്നതിന് വേണ്ടിയും വളരെയധികം ത്യാഗം അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് VS. അത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിയായ ദുഃഖവും പ്രയാസവുമുണ്ട്. ആ ഒരു നിമിഷം ഈ VS-ന് വേണ്ടി ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനെ പോലെ ഒരു നേതാവ് ഇനിയില്ല. ഇനി ഒരാളുണ്ടാകുകയില്ല. അത് ഉറപ്പായിട്ട് പറയാം. എൻ്റെ അറിവിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ഇന്ത്യ രാജ്യത്തുനിന്നല്ല, കേരളത്തിലും ഒരിക്കലും ഇനി ഇതേപോലെ ഒരു ആത്മാർത്ഥമുള്ള നേതാവ് ഇനി ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഇന്നുള്ള മറ്റുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോകുന്നവരാണ്. VS അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ അറിവ് ഞാൻ പങ്കുവയ്ക്കുന്നു. ഇത്ര മാത്രമേ പറയാം. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്, കേരളത്തിൽ അഴിമതിരഹിതനായ, അഴിമതിക്കെതിരെ പോരാടിയ ഒരു നേതാവില്ല. ഉണ്ടാകാനും പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത്. ഇപ്പം മൂന്നാർ സംഭവം, മൂന്നാറിലെ കൈയേറ്റ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാനും വേണ്ടി ഏറ്റവും അധികം പോരാട്ടം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. മറക്കത്തില്ല. പാവങ്ങൾക്ക് വേണ്ടി, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യൻ. രാഷ്ട്രീയത്തിനുപരിയായി എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. അതേപോലെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ് എങ്കിൽ പോലും രാഷ്ട്രീയത്തിനുപരിയായി എല്ലാ പാവങ്ങളും അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാരണം എനിക്ക് അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റും. ആ ഒരു അഴിമതിരഹിതൻ, അതായത് എന്തിനും ഇതിനെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ. അതിന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ എനിക്ക് 45 വർഷത്തെ വ്യക്തിപരമായ പരിചയവും ബന്ധവുമാണ്. എൻ്റെ സ്വന്തം അച്ഛൻ മരിച്ച ഒരു ദുഃഖമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയ ആളാണ്. സംഘടനാപരമായിട്ട് നഗത്താനകത്ത് നഷ്ടം പകരം വെക്കാൻ ഇനി ഒരാളും ഇല്ല. അത്ര കണ്ട് വേദനയുണ്ട്. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരാൾ പറഞ്ഞു അദ്ദേഹം ചെയ്തു വെച്ചതിന്റെ പകുതി മതി ഇനിയുള്ള നേതാക്കന്മാർ ചെയ്യുകയാണെങ്കിൽ എന്ന്. അതായത് അത്രമാത്രം ചെയ്തു വച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന് നമ്മുടെ നാട്ടിലുണ്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടോ? സാധ്യതയില്ല. അത്ര കണ്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നേതാവിനെ നമുക്ക് ഇനി കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം കാലം മാറി വരുന്നതാണ്. ആ കാലം മാറി വരുന്നതിനനുസരിച്ചുള്ള സംസ്കാരവും മാറി വരുന്നുണ്ട്. അതിനോടൊപ്പം പോകാനായിട്ടൊന്നും കഴിയില്ല. ഇത് ത്യാഗത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണ് VS എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പകരം വെക്കാൻ ഒരു നേതാവിനെ ഇനി കിട്ടുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. കാലം തെളിയിക്കട്ടെ, അത്രയേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, എനിക്ക് തന്നിട്ടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ എന്നും എക്കാലവും എൻ്റെ മരണം വരെ ഞാൻ അദ്ദേഹത്തിന് കടപ്പെട്ടവനായിരിക്കും. പല കാരണങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റാത്ത കാരണങ്ങളെല്ലാം ഉണ്ട്. സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും അദ്ദേഹം എന്നെ വിളിച്ചാൽ ചുമതലപ്പെടുത്തും. അദ്ദേഹം കുട്ടിയുടെ അച്ഛൻ ഒരു പോസ്റ്റ് മാസ്റ്ററായിരുന്നു, ഞാൻ പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധവും പിന്നെ സംഘടനാപരമായിട്ട് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനാ നേതാവായിരുന്നു. ആ രീതിയിലുള്ള ബന്ധം വളരെ വളരെ വിപുലമായിരുന്നു. പിന്നെ ഞാൻ സംഘടിപ്പിക്കുന്ന പരിപാടികളെല്ലാം തന്നെ VS ഒരു നിറ സാന്നിധ്യമായിരുന്നു. എപ്പോഴും ഉപദേശത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. അദ്ദേഹം ശരിയായ ദിശയിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. എൻ്റെ സംഘടന, അതിലൂടെ എൻ്റെ സംഘടനയും നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവാണെന്ന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, പുറത്തുനിന്ന് കണ്ടിട്ടാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ചേട്ടന് കൂടെ നിന്നുള്ള പരിചയം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ ഒത്തിരി അനുഭവങ്ങൾ, ഒരുപാട് അനുഭവം. എൻ്റെ വൈഫ് മരിച്ചപ്പോൾ ബോഡി എടുക്കുന്നതുവരെയും അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ പാങ്ങപ്പാറ താമസിക്കുന്നത്. ബോഡി എടുക്കുന്നവരെ അദ്ദേഹം എൻ്റെ ഓടൊപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ മറക്കാൻ പറ്റുമോ? മധുരൂമിയ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഗുരുവാണ് VS എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആവേശവും എന്താ പറയുക മാതൃകാ പുരുഷനുമാണ് അദ്ദേഹം. സാധാരണപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ജനങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം സിൻസിയറിറ്റിയിൽ പ്രവർത്തിക്കാമെന്ന് കാണിച്ചു തന്നൊരു നേതാവ് കൂടെ. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലുള്ള ഒരു നേതാക്കന്മാർ ഇനി നമ്മുടെ നാട്ടിലുണ്ടാകും? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. തീർച്ചയായും.
എന്താണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ നിര്യാണ സമയത്ത് അപ്പോൾ തന്നെയും നമ്മുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ ആശയം VSന്റെ ആശയം ഒന്ന് തന്നെയാണ്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് അത്തരത്തിൽ ആശയങ്ങൾ കൊണ്ട് ജീവിച്ചൊരു മനുഷ്യനെ നഷ്ടപ്പെട്ടെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ അർപ്പിക്കാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് പറയുന്ന ഓരോ ആളുകൾക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ എത്രമാത്രം സ്ഥാനം പിടിച്ചിരുന്നു VS എന്നതിൻ്റെ കാര്യമാണ്. രാഷ്ട്രീയം നോക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഇടപെട്ട് എന്താണോ അതിൽ നടപടി എടുക്കേണ്ടുന്നത് ആ ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു VSന് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു പരാതി കിട്ടിയാൽ ആ പരാതി കൃത്യമായി പഠിച്ച് അതിനുശേഷം അതിനു വേണ്ടുന്ന അർഹതമായിട്ടുള്ള നിലപാടെടുക്കുക. അതായിരുന്നു അദ്ദേഹത്തെ മറ്റു നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. ഇപ്പോൾ നിരവധി ആളുകൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അവർ ഓരോരുത്തരും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം ഉത്തരവാദിത്വത്തോടെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്നത് അത്രമാത്രം സംശയമാണ് എന്നതാണ്. എന്തായാലും VSന്റെ അവസാന നിമിഷങ്ങൾ, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരിക്കുന്ന ജനങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോ ജനങ്ങളും ഇവിടെ എത്തുന്നത്.